ഹായ് ആൾ, ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ വ്യത്യസ്ത ബ്രാൻഡുകളുടെ ഷർട്ടുകളും ക്ലോത്തുകളും സാരികളും ടോപ്പുകളും ഒക്കെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാകും. കാരണം ആദ്യകാലത്ത് വസ്ത്രം ഒരു അനിവാര്യതയുടെ ഭാഗമായി മാത്രമായിരുന്നു കണ്ടിരുന്നത്. എന്നാൽ ഗ്ലോബലൈസേഷൻ നമ്മുടെ മുന്നിലേക്ക് ഒരുപാട് അവസരങ്ങളുടെ, ഒരുപാട് പുതിയ പ്രൊഡക്റ്റുകളുടെ ഒരു വാതായനം തന്നെയാണ് തുറക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ അലൻ സോളി, സാറ, പീറ്റർ ഇംഗ്ലണ്ട്, ലൂയിസ് ഫിലിപ്പ് തുടങ്ങിയതൊക്കെ നമുക്ക് പരിചയമുള്ള, നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബ്രാൻഡുകളാണ്. അതുപോലെ ഇതിനു പുറമെ നമുക്ക് പരിചയമുള്ള ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആയ ചെറിയ ചെറിയ ബ്രാൻഡ് ഷർട്ടുകൾ നമുക്ക് പരിചയമുണ്ടാവും. ചുരുക്കത്തിൽ ആദ്യകാലത്ത് വസ്ത്രം എന്നത് ഒരു അനിവാര്യമായ ഒരു പ്രൊഡക്റ്റ് മാത്രമായിരുന്നു. എന്നാൽ 2000-ന് ശേഷം നമ്മുടെ ഒരു സ്റ്റാറ്റസിന്റെയും പ്രസ്റ്റീജിന്റെയും ഒക്കെ ഒരു സിമ്പലായിട്ടാണ് വസ്ത്രങ്ങളെ കാണാറുള്ളത്. അതുകൊണ്ടാണ് ഒരു വർഷം ഒരുപാട് വസ്ത്രങ്ങളുടെ കളക്ഷൻസ് നമ്മളെല്ലാവരും പർച്ചേസ് ചെയ്യുന്നത്. ഈ ഒരു വിഷയം എന്നെ സംസാരിക്കാൻ പ്രേരിപ്പിച്ചത് ഒരു സംഭവമാണ്. ഞാനൊരിക്കൽ ക്ലാസ് എടുത്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുട്ടികളോട് റാൻഡംലി ചോദിച്ചൊരു മിക്സഡ് ക്ലാസ് റൂമാണ്. സ്വാഭാവികമായും ബോയ്സും ഗേൾസും ഒക്കെയുള്ള ഒരു നിറഞ്ഞ ക്ലാസ് റൂമാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഒരു ദിവസം പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ എത്ര എണ്ണം ഉണ്ടാകുമെന്നായിരുന്നു ചോദ്യം. അപ്പോൾ ബോയ്സും ഗേൾസും ഡിഫറെൻറ്റ് ആൻസർ എൻ്റെ മുന്നിൽ വെച്ചു. അപ്പോൾ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞൊരു ആൻസർ ആണ് സത്യത്തിൽ ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ആ കുട്ടി പറഞ്ഞു, കഴിഞ്ഞ വർഷം ഞാൻ 19 ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ അത്ഭുതത്തോടു കൂടി ഞാൻ എപ്പോഴൊക്കെയാണ് വാങ്ങിയതെന്ന് ചോദിച്ചപ്പോഴാണ് ആ ആഘോഷങ്ങളുടെ ഒരു നീണ്ട നിര എൻ്റെ മുന്നിലേക്ക് വെച്ചത്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഒരു ബോയ്സർ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഓണം, ദീപാവലി, പെരുന്നാൾ, ക്രിസ്മസ്, അങ്ങനെ കല്യാണങ്ങൾ, റിലേറ്റീവ്സിൻ്റെ ഫങ്ഷൻസ്, അതുപോലെ നമ്മുടെ കോളേജിൽ ഉണ്ടാകുന്ന ഫങ്ഷൻസ്, ഇതിനൊക്കെ നമ്മൾ ആദ്യമായിട്ട് ചൂസ് ചെയ്യുന്നത് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതാണ്. ആ ഒരു സെലിബ്രേഷൻ്റെ ഒരു മൂഡാണത്. പക്ഷെ ഇവിടെ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. സാധാരണ നമ്മളൊരു വാട്ടർ ബോട്ടിൽ വെള്ളം കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാകുന്നൊരു ധാരണ ഉണ്ട്, അതൊരിക്കലും പ്ലാസ്റ്റിക് ആണ്, പുറത്തേക്ക് വലിച്ചെറിയാൻ പാടില്ല എന്ന്. കാരണം അത് നേച്ചറിന് വളരെ അധികം ഹാംഫുൾ എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്, അത് ബയോഡീഗ്രേഡബിൾ ആണ് എന്നുള്ള ആ ഒരു ധാരണ ചെറിയ കുട്ടികൾക്ക് പോലും ഉണ്ടാവാറുണ്ട്. എന്നാൽ അതിനേക്കാൾ ഭീകരമാണ് ശരിക്കും നമ്മുടെ ഓവർ കൺസ്യൂമിങ് മെന്റാലിറ്റി എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം വലിയ ചൂഷണമാണ് ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി സത്യത്തിൽ പ്രകൃതിക്ക് വരുത്തുന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. നിങ്ങളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ, ഒരു കടലിനെ തന്നെ വറ്റിച്ച് കളഞ്ഞത് ഈ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആണെന്ന്? നമുക്ക് ആ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. 1960-കളിൽ ലോകത്ത് കോൾഡ് വാർ നടക്കുന്ന സമയമാണ്. US-ഉം USSR-ഉം വലിയ കോമ്പറ്റീഷൻ നടക്കുന്നു. എല്ലാ മേഖലയിലും ഒന്നാമതെത്താനുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് സ്പേസ് സെക്ടറിൽ വലിയ മുന്നേറ്റം നടത്തുന്നതും അങ്ങനെ ആദ്യമായിട്ട് മനുഷ്യൻ ചന്ദ്രനിലേക്കൊക്കെ കാലുകുത്തുന്നത്. അങ്ങനെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഒന്നാമതെത്താനുള്ള പരീക്ഷണങ്ങളും പ്രവർത്തനങ്ങളും ഇരു രാജ്യങ്ങളും നടത്തുന്നു. അങ്ങനെ USSR അക്കാലത്ത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ വലിയ മുന്നേറ്റം നടത്തണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ അതിന്റെ ഭാഗമായി USSR-ന്റെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിൽ വലിയ പ്ലാന്റേഷൻസ് സ്ഥാപിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ പ്ലാന്റേഷൻ സ്ഥാപിച്ചു. ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാനിലൊക്കെയാണ് ഇത്തരത്തിൽ പ്ലാന്റേഷൻ സ്ഥാപിച്ചത്. നമുക്കറിയാം, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നന്നായി വെള്ളം കൺസ്യൂം ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിന് അവർ കണ്ടത് വലിയ നദികളിൽ വലിയ ഡാമുകൾ നിർമ്മിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്താനാണ്. അപ്പോൾ അങ്ങനെ RLC എന്ന് പറയുന്ന ഒരു ഇൻലാൻഡ് വാട്ടർ ബോഡി ഈ ഉസ്ബെക്കിസ്ഥാന്റെയും താജിക്കിസ്ഥാന്റെയും പരിസരങ്ങളിൽ ഉണ്ടായിരുന്നു. നമുക്ക് പരിചയമുള്ള കാസ്പിയൻ സീ പോലെ, അതുപോലെ ബ്ലാക്ക് സീ പോലെയുള്ള ഒരു കടലാണ് RLC. അപ്പൊ അതിലേക്ക് ഒഴുകുന്ന 2 ട്രിബ്യൂട്ടറീസ് ആണ് സർദരിയും അമൃതരിയും. അപ്പൊ ഈ സർദരിയും അമൃതരിയും എന്ന് പറയുന്ന ഈ 2 നദികളിൽ ഡാമുകൾ നിർമ്മിച്ചുകൊണ്ടാണ് വെള്ളം ഈ പ്ലാന്റേഷൻസിലേക്ക് വഴിതിരിച്ചു വിടുന്നത്. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതുപോലെ ഇൻലാൻഡ് വാട്ടർ ബോഡീസിന്റെ പ്രത്യേകത, അതിലേക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്നത് ഒന്നുകിൽ മഴ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ നദികളിലൂടെ വെള്ളം എത്തിക്കൊണ്ടായിരിക്കും. അങ്ങനെ ഈ RLC-യിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട 2 നദിയിലും ഡാമുകൾ നിർമ്മിച്ചത് വഴി അതിലേക്ക് വെള്ളത്തിന്റെ സപ്ലൈ കുറഞ്ഞു. അങ്ങനെ 1960-ന് ശേഷം 80 ആകുമ്പോഴേക്കും ഈ RLC-യിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് ഗ്രാജുവലി നന്നായി കുറയാൻ തുടങ്ങി. അങ്ങനെ 2010 ആകുമ്പോഴേക്കും, അറൗണ്ട് ഒരു 50 വർഷത്തെ ആ ഒരു കാലയളവ് ആകുമ്പോഴേക്കും ഈ RLC-യുടെ 90% വെള്ളവും വറ്റിപ്പോയി എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇന്ന് RLC-യുടെ ചിത്രം നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് കപ്പലുകളൊക്കെ നിൽക്കുന്നത് കാണാൻ കഴിയും. ഒരുപാട് ചെമ്മരിയാടുകളും ഒട്ടകങ്ങളും ഒക്കെ മേഞ്ഞ് നടക്കുന്ന ഒരു മരുഭൂമിയായി ഈ RLC മാറി എന്നതാണ് ഈ നമ്മുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്.
ചുരുക്കത്തിൽ അത്രയും വെള്ളം കൺസ്യൂം, ഒരു കടലിലെ വെള്ളം വറ്റിപ്പോകാൻ കഴിയുന്ന വിധം അത്രയും വെള്ളം കൺസ്യൂം ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ടേക്ക്. ഇനി വിഷയത്തിലേക്ക് വരാം. നമ്മൾ ധരിക്കുന്ന ഒരു വസ്ത്രം, അത് അതിന്റെ പ്രൊഡക്ഷൻ മുതൽ പ്രോസസ്സിംഗ് മുതൽ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റായി വരാൻ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം. ആ ഘട്ടങ്ങളിലൊക്കെ വെള്ളം നന്നായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു കോട്ടന്റെ ഒരു ടീഷർട്ട് നമ്മൾ വാങ്ങുമ്പോൾ ആ ഒരു ടീഷർട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റായി മാറുന്ന ആ ഒരു സമയം വരെ അത് കൺസ്യൂം ചെയ്യുന്ന വെള്ളത്തിന്റെ കണക്ക് 2649 ലിറ്റർ ആണ്. ഒരു ടീഷർട്ടിന്റെ കേസ് മാത്രമാണ് പറഞ്ഞത്. ഇനി ഒരു പേർ ജീൻസിന്റെ കൂടി കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അത് 5000 മുകളിൽ ലിറ്റർ വെള്ളം അത് കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒരു മനുഷ്യൻ അവന്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, ആ വെള്ളം ഒരു മനുഷ്യൻ ഒരു വർഷം കൊണ്ട് ഉപയോഗിച്ച് തീർക്കുന്നത് 1000 ലിറ്ററിന്റെ അല്ലെങ്കിൽ 2000 ലിറ്ററിന്റെ താഴെ മാത്രമാണ്. അപ്പോൾ ഒരു വർഷത്തിൽ ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്നതിനേക്കാൾ വെള്ളം നമ്മൾ ധരിക്കുന്ന ഒരു ഷർട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പൊ അത്രയും വെള്ളം എക്സ്പോർട്ട് ചെയ്യുന്ന അത്രയും വാട്ടർ എഫിഷ്യന്റ് അല്ലാത്തൊരു ഇൻഡസ്ട്രിയാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്നാണ് നാം ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ അനാവശ്യമായി ഇത്തരത്തിൽ വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുന്ന സമയത്ത് നാം അറിയാതെ പ്രകൃതിക്ക് ഉണ്ടാക്കുന്ന അപകടമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇനി രണ്ടാമത്തെ ഒരു കാരണം കാർബൺ എമിഷനാണ്. ലോകത്ത് ഇന്ന് എല്ലാവരും ഒരു കാർബൺ ന്യൂട്രൽ എന്നുള്ള ആ ഒരു സീറോ എമിഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വഴിമാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ത്യ 2070 ആകുമ്പോഴേക്കും ഒരു കാർബൺ ന്യൂട്രൽ സ്റ്റേറ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കാർബൺ എമിഷൻ പുറന്തള്ളുന്ന രണ്ടാമത്തെ ഇൻഡസ്ട്രി ആയിട്ടാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ കണക്കാക്കുന്നത്. അത് പുറന്തള്ളുന്ന കാർബൺ എമിഷൻ കണക്ക് ഏറെ ശ്രദ്ധേയമാണ്. നമുക്കറിയാം, ലോകത്ത് ഒരുപാട് ഇന്റർ കോണ്ടിനെന്റലായിട്ട് ലോകത്ത് ഒരുപാട് ഫ്ലൈറ്റുകൾ, ഷിപ്പുകൾ ഓടുന്നുണ്ട്. ഈ ഫ്ലൈറ്റുകളും ഷിപ്പുകളും ഇന്റർ കോണ്ടിനെന്റൽ ഫ്ലൈറ്റും ഷിപ്പുകളുമാണ്. അതായത് ഒരു കോണ്ടിനെന്റിൽ നിന്ന് മറ്റൊരു കോണ്ടിനെന്റിലേക്ക് പറക്കുന്ന ഫ്ലൈറ്റുകളും ഷിപ്പുകളും പുറന്തള്ളുന്നതിനേക്കാൾ കാർബൺ എമിഷൻ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി മാത്രം പുറന്തള്ളുന്നുണ്ട് എന്നതാണ് രണ്ടാമത്തെ ഒരു വസ്തുത. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഒട്ടും വാട്ടർ എഫിഷ്യന്റ് അല്ല. രണ്ടാമത്തത്, കാർബൺ എമിഷൻ വളരെയധികം പുറന്തള്ളുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്നൊരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. മൂന്നാമത്, ഒരു പ്രധാനപ്പെട്ട ഈ ഇൻഡസ്ട്രി ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസും അതുപോലെ മൈക്രോ പ്ലാസ്റ്റിക്കിന്റെയും ഒക്കെ കളക്ഷൻ. ഈ ബ്രാൻഡുകൾ എങ്ങനെയാണ് വളരുന്നത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു ഷോപ്പിലേക്ക് പോകുമ്പോൾ ഡിഫറെന്റ് ടൈം പീരീഡിൽ ചെന്ന് കഴിഞ്ഞാൽ വ്യത്യസ്ത രൂപത്തിലുള്ള കളക്ഷൻസ് ആണ് അവിടെ കാണാൻ കഴിയും. അതിനൊരു കാരണം, നേരത്തെയുള്ള കളക്ഷൻസ് മൊത്തം ആരെങ്കിലും വാങ്ങി കൊണ്ടുപോയി എന്നല്ല, അത് അൺസോൾഡ് ആയി അത് മാറ്റി വെക്കുകയാണ് ചെയ്യാറുള്ളത്. ഈ മാറ്റി വെക്കപ്പെടുന്ന വസ്ത്രങ്ങൾക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നമ്മളൊരു ഗ്ലോബലി ഇതിന്റെ ഒരു കണക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ സാധാരണ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എക്സ്പോർട്ട് ചെയ്യുന്നത് യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടുന്ന പാശ്ചാത്യ രാജ്യങ്ങളാണ്. ഇവിടെ അൺസോൾഡ് ആയി പോകുന്ന ഈ വസ്ത്രങ്ങളൊക്കെ അവർ ഡംപ് ചെയ്യുന്നത് ഇന്ത്യ അടക്കമുള്ള അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളിലേക്കാണ്. ഇവിടെ പലപ്പോഴും എൻവിറോൺമെന്റൽ പ്രോട്ടോകോൾ ഒന്നും പാലിക്കാതെ പല ഇടങ്ങളിലും ഡംപ് ചെയ്യാറാണ് പതിവ്. അങ്ങനെ ലാറ്റിൻ അമേരിക്കയിലെ ചിലി എന്ന ഒരു രാജ്യത്ത് അറ്റക്കാമ ഡിസേർട്ട് എന്ന് പറയുന്ന ഒരു വലിയ ഡിസേർട്ട് ഉണ്ട്. ആ ഡിസേർട്ടിന്റെ ഒരു ഭാഗം കംപ്ലീറ്റ്ലി ഇങ്ങനെ യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഡംപ് ചെയ്തിട്ടുള്ള വസ്ത്രങ്ങളുടെ കൂട്ടമാണുള്ളത്. ഇത് നേച്ചറിന് വളരെയധികം ഹാംഫുൾ ആണ്. ഒരു വസ്ത്രങ്ങളുടെ ഒരു ഡെസേർട്ട് തന്നെ ആ ഒരു സ്ഥലത്ത് രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ ഇതിന് പുറമെ സാധാരണ കോട്ടൺ ഇൻഡസ്ട്രിക്ക് പുറമെ നമ്മൾ പലപ്പോഴും പോളിസ്റ്ററിന്റെയും നിലോണിന്റെയും ഒക്കെ വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. അതൊരു കൈൻഡ് ഓഫ് മൈക്രോ പ്ലാസ്റ്റിക് ആണ്. അത് ഒരു രൂപത്തിലുള്ള മൈക്രോ പ്ലാസ്റ്റിക്കുകളുടെ എലമെന്റ് ആണ് ഈ നിലോണിലും അതുപോലെ പോളിസ്റ്റർ ഡ്രസ്സുകളിൽ നമുക്ക് കാണാൻ കഴിയാം. അപ്പോൾ IUCNന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഈ ഓഷ്യനിൽ ഡംപ് ചെയ്യപ്പെടുന്ന പ്ലാസ്റ്റിക്കുകൾ അല്ലെങ്കിൽ മൈക്രോ പ്ലാസ്റ്റിക്കുകളുടെ 35% വരുന്നത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ നിന്ന് മാത്രമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് നമ്മൾ എല്ലാവരും വസ്ത്രങ്ങൾ വാങ്ങണം, സെലിബ്രേറ്റ് ചെയ്യണം, അതിന്റെ ഭാഗമായി മാറണം. അതോടൊപ്പം തന്നെ നമ്മൾ പരമാവധി മിനിമൈസ് ചെയ്യാനും റീയൂസ് ചെയ്യാനുമുള്ള ഒരു ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.